ഈ അടുത്ത കാലത്ത് UGCയുടെ പുതിയ റെഗുലേഷൻ പറയുന്നത് പഠനത്തിന് ഏജ് ബാധകമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാൽ പ്രാക്ടീസിൽ പിടിച്ച് 3 വർഷം ഡീബാർ ചെയ്യുന്ന SFI നേതാവായിരുന്ന ഒരാൾ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ പുനർ അഡ്മിഷൻ എടുത്തു. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം ഇപ്പം കോളേജ് അഡ്മിഷൻ എടുക്കുകയാണ്. യൂണിയൻ പിടിച്ചെടുക്കാനുള്ള കുറുക്ക് വഴിയായി ഇപ്പോൾ ഈ അഡ്മിഷൻ മാറിയിരിക്കുകയാണ്. അവരെ ഡിക്ലറേഷൻ കൊടുക്കണം, അത് ഞങ്ങൾക്ക് ക്രിമിനൽ കേസുകൾ പ്രതികളല്ല. ആ ഡിക്ലറേഷന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രിൻസിപ്പലിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഇത് നിയന്ത്രിക്കണം. നമസ്കാരം. കേരള സർവകലാശാലയിൽ ബിരുദ പ്രവേശനം നടത്തുന്നവർക്ക്, അതായത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവർക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ RS ശശികുമാർ. ബിരുദ പ്രവേശനത്തിന് സർവകലാശാലകൾ 25 വയസ്സ് പരമാവധി ഏജായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് UGCയുടെ പുതിയ റെഗുലേഷൻ പറയുന്നത് പഠനത്തിന് ഏജ് ബാധകമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. എത്ര വയസ്സായ ആൾക്കാർക്കും പഠനം തുടരാം, കോളേജിൽ പഠിക്കാം. ആ വ്യവസ്ഥയെ ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ രാഷ്ട്രീയ സംഘടനകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഈ അടുത്ത കാലത്ത് മാൽ പ്രാക്ടീസിൽ പിടിച്ച് 3 വർഷം ഡീബാർ ചെയ്യുന്ന SFI നേതാവായിരുന്ന ഒരാൾ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ പുനർ അഡ്മിഷൻ എടുത്തു. അത് ഏജിൻ്റെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തിന് 30 വയസ്സായി. അപ്പോൾ SFIയുടെ പല നേതാക്കൾ 28-30 വയസ്സായത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി അനുഭാവികളായി പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം ഇപ്പം കോളേജ് അഡ്മിഷൻ തേടുകയാണ്. അവർ നേരത്തെ നിയമപ്രകാരം ഏത് കോഴ്സിനാണോ പഠിച്ചിരുന്നത് ആ സബ്ജക്റ്റ് മാറ്റി പുതിയ സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ ഈ മുതിർന്ന ഈ 18, 15, 20 വയസ്സായ കുട്ടികളോടൊപ്പം 28-30 വയസ്സായിട്ടുള്ള ലോക്കൽ പാർട്ടിക്കാർ കോളേജിൽ വരുമ്പോഴത്തേക്കും ആ കോളേജിൻ്റെ ഡിസിപ്ലിൻ പൂർണ്ണമായി ഇല്ലാതാവും. അധ്യാപകർക്കാര്യത്തിൽ വളരെ ഭയമുണ്ട്. കാരണം അവരെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അവരൊരിക്കലും ക്ലാസ് കയറില്ല. അവർ വരുന്നത് തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ യൂണിയൻ പിടിച്ചെടുക്കാനുള്ള കുറുക്ക് വഴിയായി ഇപ്പോൾ ഈ അഡ്മിഷൻ മാറിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം കേരളത്തിൽ ഇപ്പോൾ പഠിക്കാൻ വിദ്യാർത്ഥികളുടെ എണ്ണം തുലവും കുറവാണ്. എല്ലാ കോളേജുകളിലും കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 40% സീറ്റുകൾ ഒഴിഞ്ഞിടക്കുകയാണ്. ഈ വർഷവും അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അഡ്മിഷൻ്റെ സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമല്ല. കാരണം നമ്മുടെ ഇവിടുത്തെ പഠനത്തെക്കുറിച്ച് ആർക്കും വലിയ അഭിപ്രായമില്ല. ഈ അടുത്ത കാലത്ത് വിദേശ വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു എന്ന് മന്ത്രി അടിക്കടി പറഞ്ഞിരുന്നുവെങ്കിലും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്നു എന്നൊക്കെ പ്രചരണമുണ്ടെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സിൻഡിക്കേറ്റിന് മുമ്പ് പറഞ്ഞു കേരള സർവകലാശാലയിൽ മാത്രം വിദേശത്തുള്ള 2600 വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷൻ ഓപ്ഷൻ കൊടുത്തേക്കാണ്. ഓപ്ഷൻ കൊടുത്തത് എന്തെന്നറിയോ? ഇന്ത്യയിൽ വരാനായിട്ട് വിദേശത്തുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കും. 50 ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിലൊന്ന് കേരള യൂണിവേഴ്സിറ്റിയും കൊടുക്കും. പക്ഷേ അവർ അഡ്മിഷൻ എടുത്തതിനൊക്കെ മറ്റു യൂണിവേഴ്സിറ്റിയില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേരള സർവകലാശാലയിൽ 95 വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. 2700 പേർ കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നു. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഇവിടുത്തെ പഠനത്തെക്കുറിച്ചും അവർ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ 95 വിദ്യാർത്ഥികൾ. അത് വന്നതാരാ? മാലിയിലെയും ഇറാനിലെയും ഏതോ ചില ആഫ്രിക്കൻ കൺട്രീസിലെ വിദ്യാർത്ഥികളാണ്. മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെല്ലാം പോയിരിക്കുന്നത് ഡൽഹിയിലും JNUവിലും തമിഴ്നാട്ടിലുമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ, ഇവിടെ ഇപ്പോൾ സീറ്റുകൾ വേക്കൻ്റാണ്. അപ്പോൾ സീറ്റുകൾ വേക്കൻ്റ് ആകുമ്പോൾ വേക്കൻറ്റ് സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ വേക്കൻസിയിൽ കുട്ടികൾക്ക് നേരിട്ട് വരാം, അഡ്മിഷൻ എടുക്കാം. ഈ കാര്യങ്ങൾ സർവകലാശാല പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യക്തമായ നിയമം ഉണ്ടാക്കി. നിയമിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഡിക്ലറേഷൻ എഴുതി വാങ്ങണം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അഡ്മിഷൻ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിയാണ് തീരുമാനിച്ചത്. വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ്. അവരെ ഡിക്ലറേഷൻ കൊടുക്കണം, അത് ഞങ്ങൾക്ക് ക്രിമിനൽ കേസുകൾ പ്രതികളല്ല, പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പ്രതികളല്ല,
മാൽ പ്രാക്ടീസ് പിടിച്ച് ഡീവാർഡ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുകയും ആ ഡിക്ലറേഷന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രിൻസിപ്പലിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഇത് നിയന്ത്രിക്കണം. മറ്റൊരു നിർദ്ദേശം കൂടെ ഞങ്ങൾ വയ്ക്കുന്നു. വൈസ് ചാൻസലർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കത്ത് കൊടുത്തേക്കാണ്. ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം വേക്കൻസി ഒരുപാടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ അഡ്മിഷൻ്റെ കണക്കനുസരിച്ച് കോളേജിലെ സീറ്റുകളുടെ എണ്ണം വെട്ടി കുറയ്ക്കുക. ഒരു ബാച്ചിൽ 60 കുട്ടികളാണ്, അത് 40 കുറയ്ക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ഒഴിവ് വരില്ല. ഇത്തരത്തിലുള്ള സ്പോട്ട് അഡ്മിഷനുകളും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് കേരള സർവകലാശാല എടുത്തിരുന്ന തീരുമാനം കേരളത്തിലെ എല്ലാ സർവകലാശാലയും നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള ഈ അക്രമ രാഷ്ട്രീയം സർവകലാശാല ക്യാമ്പസിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും.